ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി മത്തായി സുവിശേഷം 4-ാം അധ്യായം 19-ാം വാക്യം വായിക്കുന്നു. എൻ്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. ലോക ചരിത്രത്തിൽ അനേകം വ്യക്തികളും സംഘടനകളും തങ്ങളെ പിന്തുടരുവാൻ കാലാകാലങ്ങളിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതെല്ലാം പൂർണ്ണമായി പ്രതീക്ഷിച്ച ഫലത്തിലേക്ക് നയിച്ചിട്ടില്ല എന്നതാണ് സത്യം. ആഹ്വാനം ചെയ്ത പലരും അത് പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോവുകയോ മാത്രമല്ല, പിന്തുടർന്ന പലരും ഭൗമികമായ ചില കാര്യങ്ങൾ നേടി താൽക്കാലികമായി തൃപ്തി അടയേണ്ടിയും വന്നിട്ടുണ്ട്. ദൈവിക വഴിയിൽ നമ്മെ നന്നായി നടത്തുവാൻ പ്രാപ്തമായ ഒരു നേതൃത്വമാണ് ദൈവമക്കളായ നമ്മെ നയിക്കുന്നത്. യേശുവിൻ്റെ ആദ്യകാല ശിഷ്യന്മാരായ ശിമോൻ, സഹോദരനായ അന്ത്രയോസ്, സബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും മീൻപിടുത്തക്കാരായിരുന്നുവല്ലോ. എൻ്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്നുള്ള യേശുവിൻ്റെ ആഹ്വാനത്തെ ചെവിക്കൊണ്ട് വലവിട്ടേച്ച് യേശുവിനെ പിൻപറ്റുവാൻ അവർക്കിടയായി. തൻ്റെ അടുക്കലേക്ക് യേശു ക്ഷണിക്കുമ്പോൾ അത് സ്വീകരിക്കുന്ന വ്യക്തിയിൽ പാപബോധവും മാനസാന്തരവും സംഭവിക്കുകയും ദൈവരാജ്യത്തിൽ അംഗമാകുകയും ചെയ്യുന്നു. തുടർന്ന് യേശുവിനെ പിൻപറ്റുക, അതായത് കർത്താവുമായി വ്യക്തിപരമായ ബന്ധം സ്ഥാപിച്ച് കർത്താവിൻ്റെ ശിഷ്യനായി താൻ ഏൽപ്പിച്ച ദൗത്യം നിറപടിയായി നിവർത്തിക്കുന്നു. മീൻ പിടിച്ചുകൊണ്ടിരുന്നവർ മനുഷ്യരെ പിടിക്കുന്നവരായി തീർന്നതാണ് നാം ഇവിടെ കാണുന്നത്. യേശുവിനെ പിൻപറ്റുന്നവനെ യേശു രൂപാന്തരപ്പെടുത്തുന്നു. ദൈവത്തെ സ്നേഹിക്കുവാൻ പ്രാപ്തനാക്കുന്നുവെന്ന് മാത്രമല്ല, അശുദ്ധമായ പഴയ ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. പുതിയ ഹൃദയത്തിനുടമയായവൻ പഴയ പാത പിന്തുടരാതെ പുത്രപുത്ര പരിശുദ്ധാത്മാവുമായുള്ള ബന്ധത്തിൽ മുന്നേറുന്നു. 2 കൊരിന്ത്യർ 5:17 പറയുന്നു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ശിഷ്യത്വം ലഭിച്ചവനെക്കുറിച്ച് യേശുവിൻ്റെ ഹിതം അവൻ മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആനയിക്കുക എന്നുള്ളതാണ്. അതായത് സുവിശേഷം അതറിയാത്തവരോട്, കേട്ടിട്ടില്ലാത്തവരോട് അറിയിക്കുകയും അവരെ ദൈവരാജ്യത്തിലെത്തിക്കുവാൻ സഹായിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. മീൻപിടുത്തക്കാരായിരുന്ന യേശുവിൻ്റെ ആദ്യകാല ശിഷ്യന്മാർ പിന്നീട് മനുഷ്യരെ പിടിക്കുന്നവരായി തീർന്നു എന്ന് വചനത്തിൽ നാം വായിക്കുന്നു. നിങ്ങളുടെ തൊഴിലോ കഴിവോ സൗന്ദര്യമോ ജാതിയോ മതമോ ഒന്നും നോക്കാതെ യേശു ഇന്നും നിങ്ങളെ വിളിക്കുന്നു. എൻ്റെ പിന്നാലെ വരുവൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. പ്രിയ സഹോദര സഹോദരി, യേശു നിങ്ങളെ വിളിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് us all.